ഹായ് ഗൈസ്, വെൽക്കം ടു അഗ്രികൾച്ചറൽ ബ്ലോഗ്. ഇങ്ങനൊരു വടിയെടുത്ത് ഇങ്ങനെ നടക്കണം, കുത്തി നോക്കണം. കാരണം വെച്ചാൽ ഇവിടെ കാട് വെട്ടിയോണ്ട് പിന്നെ മഴയല്ലേ, സ്ലിപ്പാവാൻ ചാൻസ്. നമ്മൾ കുത്തി നോക്കിയിട്ട് കല്ലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നടക്കണം. ചില അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ എനിക്കിത് പുതിയ അറിവാണ്. സോ അതുകൊണ്ട് പറഞ്ഞായിരുന്നു. അവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പണിയെടുക്കേണ്ടി വരെ വന്ന് പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ ഒരു ദിവസം എൻ്റെ ഓടി വരാം. ഗൈസ്, തോട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചകൾ, ചുറ്റിലും എങ്ങും ശാന്തിയും സമാധാനവും മാത്രം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ മാങ്ങ ഇതാക്കണ്ട, മാങ്ങ പറിക്കാൻ വേണ്ടി വന്നതാണ്. മോളൊന്ന് പുല്ല് കൊത്തുന്നുണ്ട്. എൻ്റെ മോനെ നോക്കിയാ, ഇവിടെ നോക്ക്, ഏത് ജാതി വ്യൂ. ഒരേ ഇരിക്കുന്ന നോക്കിയാൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടാ. ഞാൻ കാട്ടുമൂപ്പനായിട്ടാ, ഇവിടുത്തെ കാട്ടുമൂപ്പൻ. ഞാൻ വടിയെല്ലാം കുത്തി നടക്കണം. നല്ല കുറച്ച് നമ്മൾ എക്സ്പീരിയൻസുള്ള ആൾക്കാർ ഇങ്ങനെ വടിയും കുത്തി നടക്കാൻ. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ ഞാൻ കാണിക്കാൻ വേണ്ടി വടിയും കുത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും പറയുന്നത്, എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ട് കാണൽ മാത്രമല്ല, ഈ പണിയെടുക്കണം, എന്നാലേ ഇതിൻ്റെ ഒരു സംഭവം കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ കയറി ബ്യൂട്ടി എന്ന് പറഞ്ഞ കാര്യമില്ല. എനിക്ക് കുറച്ച് കൊക്കോയെല്ലാം പറിച്ച്, ചക്കയെല്ലാം പറിച്ച്, മാങ്ങയെല്ലാം പറിച്ച്, കുറച്ച് മുകളിൽ കയറി ഇമ്മൽ പടർന്ന് കയറുന്ന വള്ളികൾ അതെല്ലാം നമ്മൾ ഭൂമിനെ കുറിച്ച് അറിയും ശരിക്ക്. ഇവിടെ 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ കൃഷിൻ്റെ ഒരു ഏകദേശം അറിയും. നമ്മൾ ഭൂമിനെ കുറിച്ച് അറിയും, നമ്മൾ പ്രകൃതിനെ കുറിച്ച് അറിയും. എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രകൃതിക്ക് ഉണ്ട്, എന്തെല്ലാം നമ്മൾ ചെയ്യണം, മനസ്സിലായോ? അതാണ് ഇതിനെക്കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഇവിടെ വന്ന് നിങ്ങളൊരു 24 hours ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറും. ബേക്കുന്ന മറ്റേ ഇതാക്കുന്നുണ്ട്, എന്താ പുല്ല് പറിക്കുന്നുണ്ട്. ഞാൻ ശരിയല്ല, നിങ്ങളെ ഒരുവിധപ്പെട്ട എല്ലാ മനപ്രയാസങ്ങളും മാറിക്കിട്ടും. അത്ര ഹാപ്പിയാവും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ കുറേ റിസോർട്ടിലൊന്നും ട്രിപ്പ് പോയിട്ടൊന്നൊരു കാര്യമില്ലേ. നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ തടി വർക്ക് ചെയ്യണം. നമുക്കിങ്ങനെ എന്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകണം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിലേക്ക് കയറുക, ഏറ്റവും ടോപ്പിലേക്ക് കയറുന്ന ഒരു സംഭവം ചെയ്താൽ തന്നെ ഒരു ട്രെക്കിംഗ് മൂടാണ്. കാരണം ഇങ്ങനെ മൊത്തത്തിൽ വഴി സിക്സാക്കായിട്ടും പിന്നെ ചെറിയ കല്ലും ചവിട്ടി അങ്ങനെയെല്ലാം കയറണം. അപ്പോൾ അത് ഒരു ട്രെക്കിംഗ് മൂടാണ്. അപ്പം അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സാധനം ഇവിടെ ഉണ്ട്. അതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, finally we brought a mango. This is Mountain mango. മാങ്ങ കല്ലുമേൽ അടിച്ചിട്ട് ചെന പോക്കണം. ഇതെല്ലാം അറിയോ നിങ്ങൾക്ക്? വേറൂപ്പും മുളക് ഇട്ട് ഇതെല്ലാം ഉണ്ടാ ഭക്ഷണം തന്നെ. കാട്ടിൽ കയറിയാൽ തോട്ടത്തിൽ കയറി ഇതെല്ലാം തന്നെ ഭക്ഷണം. ഇത് കൈയിട്ട് തിന്നണം. ഓക്കെ, തിന്ന് കാണിച്ചില്ല. ദിസ് മോണ്ട മാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴക്കാറാണോ കാഞ്ച? ഇതാ മഴക്കാറത്, ഇത് മഴയെല്ലാം പെയ്യും. നമ്മൾ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ മഴ പെയ്ത് നമ്മളെ ഫ്രഷാക്കി തരും. തണുത്ത് കോടി നിന്ന് കാണുമ്പോൾ കുറച്ച് വെയിൽ വരിക, പിന്നെ ഭയങ്കര ഉഷാറാവും. മൊത്തം മാറി, കാലാവസ്ഥ മൊത്തം മാറി. Look at that.
അടിപൊളി. ഇങ്ങോട്ടെല്ലാം നമുക്ക് വേറെ ടേസ്റ്റാണ്. നമ്മളെല്ലാം അങ്ങനെ മാമല ഒന്നും പറയുന്നില്ല. വെള്ളം മാത്രമല്ലല്ലോ പോകാൻ. അടുത്ത കാണിച്ചിടാം. ബന്നിങ്ങ അത് വരൂ, അത് സുഖമായിട്ട് വരൂ. നാടൻ കരിക്ക് സാധനം ഇരിക്കത്തരിപ്പന്നെ. ഫ്രഷായിട്ട് ഒരു ഇളനീരും കിട്ട്, എന്നിട്ടത് കൊത്തി പൊടിച്ചതിലത്തെ വെള്ളം കുടിച്ച് ചോറുന്ന ടൈമിൽ. പക്ഷേ താഴെ പോകാൻ കുറേ ഇറങ്ങണം. നമ്മൾ അത്യാവശ്യം മുകളിൽ കയറിപ്പോയി. സ്വന്തം എന്ന് വെച്ചാൽ മാങ്ങയും ഇളനീരും തിന്നിട്ട് അങ്ങ് വിശപ്പിതാക്കും. സെറ്റപ്പ് ലൈഫാണ് മക്കളെ. ബിയാച്ചൊരു സംഭവം എന്നല്ല, ലാസ്റ്റ് മാറിപ്പോയി ഭയങ്കരമായിട്ട്. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ട്. ഇനി പുറത്തേക്ക് കടയിൽ പോകണം കേട്ടാ. ഇവിടെ വന്നാൽ എന്നുള്ള മൂടാ. ഒഴിവ് സമയം എന്താക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് തൊട്ട് ഇവിടെ വരണം. ഇവിടെ വന്ന് തോട്ടത്തിൽ കയറാം, ഇങ്ങനെ ഒന്ന് പറിക്കുക, വളമിടുക, മുകളിൽ കയറി റബ്ബർ എത്താം. റബ്ബർ എത്തുന്നുണ്ടെങ്കിലോ കാണിച്ചു തരാം. ഇത് നോർമലി ചെത്തുന്ന ആളെ കുടുംബത്തിലാരോ മരിച്ചിരിക്കും. അപ്പോൾ ഓറ് നാളെ കഴിഞ്ഞാൽ വരും. അപ്പോൾ അടുത്ത എത്തുമ്പോൾ എന്നുവെച്ചാൽ നമുക്ക് രാവിലെ പോയിട്ട് ചെത്തുന്ന കാണിച്ചു തരാം. ഇതെല്ലാം തന്നെ ഓറുള്ള പരിപാടി. ആടുന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ട്, ചെക്കന്മാരെ കൊണ്ടുവന്നിട്ട് ദിവസം ഇവിടെ നിർത്തിക്കണം. ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള അറിയില്ല, ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടാണെന്ന് നോക്കിയില്ല. ഞാൻ നോക്കില്ല, റിസോർട്ടെല്ലാം പോകുന്നത് നല്ലത് ഇങ്ങനത്തെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതാ. കാരണം നമ്മളെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ഡെവലപ്പ് ആവും. കാര്യത്തിൽ നമ്മൾ ട്രിപ്പ് പോകുന്നതിനാ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരുന്നു. ഞാൻ പറയുന്നത് ഇവിടെ വന്നാൽ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം അടിപൊളിയാവും. പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മുകളിൽ കയറി ഇങ്ങനെ അട്ടകളുണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും. പക്ഷെ നമ്മളതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. പെട്ടെന്ന് കച്ചാൽ മരിച്ചൊന്നും പോകുന്നില്ല. അങ്ങനെ സംഭവം പ്രിപ്പയർ ആക്കിയിട്ട് വെക്കാം, അത്രേ ഉള്ളൂ. ഞാൻ തിന്ന് തീർക്കട്ടെ. തിന്നെടുത്തിട്ട് പണിയുണ്ട്. നമ്മൾ നേരത്തെ വെട്ടിയിട്ട ചക്കയും ഇവിടെ കുറച്ച് കൊക്കോ ഉണ്ട്, അതും പറിച്ചിട്ട് താഴേക്ക് പോയിട്ട് ഫ്രഷായിട്ട് കൊക്കോ പൊട്ടിക്കാനിരിക്കണം. ഇന്ന് മൊത്തം രാത്രി കൊക്കോ പൊട്ടിക്കലും പരിപാടി. അത് കാണിക്കാൻ പറ്റുമെന്നല്ല, കാരണം വെച്ചാൽ താഴെ ഇരുടായതുകൊണ്ട് എനിക്ക് അത്ര ക്യാമറയിൽ അത്ര ഇത് കിട്ടൂല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ടാറ്റ ബൈ ഫ്രം യുവർ സ്വന്തം ജാസർ ബിൻ ജലീൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ശരി എന്നാൽ.